മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഗംഗാധര മേനോന്റെ വീടിന്റെ അകത്തളത്തിൽ കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഗംഗാധരന്റെ വാക്കുകൾ വൈജയന്തിയുടെ കാതുകളിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. വർഷങ്ങളായി അവൾ ഒളിപ്പിച്ചു വെച്ച, ആരും അറിയരുത് എന്ന് ആഗ്രഹിച്ച സത്യങ്ങൾ അവളുടെ ഭർത്താവായ ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കുന്നു എന്ന സത്യം. വൈജയന്തി, നീ ഇനിയെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കണം. അലീന വെറും ഒരു പെൺകുട്ടിയല്ല, മറിച്ച് ബാലചന്ദ്രന്റെ മകളാണെന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത്ര നാൾ നീ മൂടിവെക്കാൻ ശ്രമിച്ച ആ രഹസ്യം അതിനി രഹസ്യമല്ല. ഗംഗാധര മേനോന്റെ ശബ്ദത്തിൽ ഗൗരവവും ഒപ്പം അനിയത്തിയോടുള്ള വാത്സല്യവും കലർന്നിരുന്നു. ആ വാക്കുകൾ കേട്ടതോടെ വൈജയന്തി ആകെ തളർന്നുപോയി. അവളുടെ ലോകം കീഴ്മേയ് മറയുന്നത് പോലെ അവൾക്ക് തോന്നി. കസേരയിലേക്ക് അവൾ ഊർന്നിരുന്നു. കണ്ണുകളിൽ ഇരുട്ട് കയറിയതുപോലെ, ചുറ്റുമുള്ള ശബ്ദങ്ങൾ അവ്യക്തമാവുന്നതുപോലെ. മാലതി ഓടി വന്ന് അവളെ താങ്ങി. വൈജയെ, നീ വിഷമിക്കരുത്, നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താം. ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒളിച്ചു വെക്കുന്നതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ വൈജയന്തിയുടെ മനസ്സ് അതൊന്നും കേൾക്കുന്ന അവസ്ഥയിലായിരുന്നില്ല. അവളുടെ ഉള്ളിൽ ഭയത്തിന്റെ വലിയൊരു കനൽ പൊള്ളുകയായിരുന്നു. ബാലചന്ദ്രൻ തന്റെ ജീവന് തുല്യം സ്നേഹിച്ച, തന്റെ വാശികൾക്കും ദേഷ്യങ്ങൾക്കും മുന്നിൽ എന്നും തോറ്റുകൊടുക്കാത്ത തന്റെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ മുന്നിൽ താൻ ഒരു കുറ്റവാളിയായി നിൽക്കേണ്ടി വരുമെന്ന ചിന്ത അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായതു. ഇല്ലേട്ടാ, ഇത് സത്യമാവല്ലേ? ബാലചന്ദ്രൻ ഒരിക്കലും ഇതറിയരുത്. അറിഞ്ഞാ പിന്നെ എനിക്ക് ആ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ല. എന്നെ വെറുക്കും, എല്ലാവരും എന്നെ വെറുക്കും, അവൾ വിരുമ്പിക്കൊണ്ട് പറഞ്ഞു. ഗംഗാധര മേനോൻ അവളുടെ അരികിലേക്ക് ചെന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നീ ഒന്ന് സമാധാനിക്കു വൈജയ്. ബാലചന്ദ്രൻ ഈ സത്യമെല്ലാം അറിഞ്ഞതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. പക്ഷേ നീ ചെയ്ത തെറ്റുകൾ, അതിനുള്ള പ്രായശ്ചിത്തം നീ ചെയ്തേ മതിയാകൂ. അലീനയോട് നീ കാണിച്ച ക്രൂരതകൾ, ബാലചന്ദ്രനെ നീ അകറ്റി നിർത്തിയത്, അതൊക്കെ അദ്ദേഹം ഓർത്തിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ദേഷ്യം ന്യായമാണ് വൈജയെ. ആ വാക്കുകൾ അവളുടെ മുറിവിൽ ഉപ്പ് പുരട്ടുന്നത് പോലെയായിരുന്നു. സ്വന്തം ഏട്ടനും ഏട്ടത്തി പോലും തന്നെ ന്യായീകരിക്കുന്നില്ല എന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ ഒറ്റപ്പെടുത്തി. താൻ ഒറ്റക്കായി പോയി എന്ന തോന്നലിൽ അവൾ ഭ്രാന്ത് പിടിച്ചു. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണോ? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഏട്ടാ, എനിക്ക് എന്റെ കുടുംബം തകർന്നു പോകുന്നത് കാണാൻ വയ്യായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. നിന്റെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു. സ്വന്തം അച്ഛനിൽ നിന്നും അവളെ അകറ്റി നിർത്തി. അത് തെറ്റില്ലേ വൈജയെ? ഗംഗാധരന്റെ ചോദ്യത്തിനു മുന്നിൽ അവൾക്ക് ഉത്തരമില്ലായിരുന്നു. കുറ്റബോധം കൊണ്ട് അവളുടെ മനസ്സ് നീറിപ്പുകഞ്ഞു. ഇത്രയും നാൾ താൻ ശരിയെന്ന് വിശ്വസിച്ച് ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് ഒരു നിമിഷം കൊണ്ട് തിരിച്ചറിയുമ്പോഴുള്ള ആഘാതം അത് വളരെ വലുതായിരുന്നു. ബാലചന്ദ്രന്റെ മുന്നിൽ ഇനി താൻ എങ്ങനെ ചെന്ന് നിൽക്കും? ആ കണ്ണുകളിലെ എന്നോടുള്ള വെറുപ്പ് എങ്ങനെ നേരിടും? മാനസികമായി തകർന്ന വൈജയന്തി ആ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ തോന്നിയില്ല. എല്ലാവരുടെയും കണ്ണിലെ സഹതാപവും കുറ്റപ്പെടുത്തലുകളും അവളെ ശ്വാസം മുട്ടിച്ചു. എന്തെങ്കിലും ഉടനെ ചെയ്തേ തീരൂ. എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണമെന്ന ചിന്ത മാത്രമായിരുന്നു അവളിൽ. ഞാൻ പോകുന്നു, അവൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. നീ എങ്ങോട്ടേക്ക് പോകുന്നു? ഭക്ഷണം കഴിച്ചിട്ട് പോകാം, ഞാൻ കൊണ്ടുവിടാം, ഗംഗാധര മേനോൻ പറഞ്ഞു. വേണ്ട, എനിക്ക് വിശപ്പൊന്നുമില്ല ഏട്ടാ, ഞാൻ തനിയെ പോയിക്കോളാം. ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി. മാലതി ഭക്ഷണം എടുത്തു വരാൻ അടുക്കളയിലേക്ക് പോയ സമയത്തായിരുന്നു ഇത്. കാറിന്റെ ശബ്ദം കേട്ടുകൊണ്ടതിന് ഗംഗാധര മേനോനും മാലതിയും പുറത്തേക്ക് ഓടിയെങ്കിലും വൈജയന്തി അപ്പോഴേക്കും കാറുമായി ചീറിപ്പാഞ്ഞ് അവിടെ നിന്നും പോയിരുന്നു. അയ്യോ, ഈ അവസ്ഥയിൽ അവൾ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോയാൽ? ഗംഗേട്ടാ, പെട്ടെന്ന് ചെല്ല്, അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് എനിക്ക് പേടിയാവുന്നു, മാലതി പരിഭ്രമത്തോടെ പറഞ്ഞു. ഗംഗാധര മേനോനും ഒട്ടും വൈകിയില്ല. തന്റെ കാറെടുത്ത് അദ്ദേഹം വൈജയന്തിക്ക് പിന്നാലെ തിരിച്ചു. റോഡിലൂടെ കാർ ഓടിക്കുമ്പോൾ വൈജയന്തിയുടെ മനസ്സ് നിയന്ത്രണമില്ലാത്ത ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. കണ്ണുനീർ അവളുടെ കാഴ്ചയെ മറക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. സ്നേഹം നിറഞ്ഞ ആ മുഖം ഇപ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുകയാണോ? ഞാൻ തെറ്റുകാരിയാണ്, വളരെ വലിയ തെറ്റുകാരി, അവൾ സ്വയം പറഞ്ഞു. ബാലേട്ടാ, എന്നോട് ക്ഷമിക്കൂ, പക്ഷേ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ ധൈര്യമില്ല. എനിക്ക് തെറ്റ് പറ്റിപ്പോയി ബാലേട്ടാ. അവളുടെ ഡ്രൈവിംഗ് വല്ലാത്ത അശ്രദ്ധമായിരുന്നു. എതിരെ വരുന്ന വാഹനങ്ങളുടെ ഹോൺ ശബ്ദങ്ങളൊന്നും അവൾ കേട്ടില്ല. മരണത്തെ മുഖാമുഖം കാണാനുള്ള ഒരു വെമ്പൽ അവളിൽ അറിയാതെ ഉടലെടുത്തു. ജീവിച്ചിരുന്നിട്ട് ഇനി തനിക്ക് എന്ത് നേടാനാണ്? എല്ലാവർക്കും വെറുക്കപ്പെട്ടവളായി സ്വന്തം മക്കളുടെ മുന്നിൽ പോലും തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. അതിലും ഭേദം മരണമല്ലേ എന്ന് പോലും വൈജയന്തി ചിന്തിച്ചു. ഇതേ സമയത്തന്നെ ബാലചന്ദ്രന്റെ വീട്ടിൽ മറ്റൊരു തരത്തിലുള്ള സംഘർഷം നടക്കുകയായിരുന്നു. വൈജയന്തി തിരിച്ചെത്താത്തതിൽ മക്കളായ കൃഷ്ണമോൾക്കും രോഹിത്തിനും ബബിതക്കും ആശങ്കയുണ്ടായിരുന്നു.
എന്നാൽ ബാലചന്ദ്രൻ മാത്രം പുറമെ ശാന്തനായി കാണപ്പെട്ടു. അമ്മയുടെ പോയി ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ? കൃഷ്ണമോള് ബാലചന്ദ്രനോട് ചോദിച്ചു. അവൾ എവിടെയെങ്കിലുമൊക്കെ പോയി കാണും. അവളുടെ വാശി തീരാതെ അവൾ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ, ബാലചന്ദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു. അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന് അച്ഛനൊരു പേടിയുമില്ലേ? ബബിത ദേഷ്യത്തോട് ചോദിച്ചു. ബാലചന്ദ്രൻ മക്കളെ ഒന്ന് നോക്കി. അവരുടെ കണ്ണുകളിലെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ വൈജയന്തി ചെയ്ത തെറ്റുകൾ അയാളുടെ മനസ്സിനെ അത്രമേൽ മുറിവേൽപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ആ അമ്മ കാരണം ഈ വീട്ടിൽ അനുഭവിച്ച വേദനകൾ നിങ്ങൾ ആരും കാണുന്നില്ലേ? അലീന, അവളും എൻ്റെ മകളാണ്. അവളെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കി വിടാൻ നിങ്ങളുടെ അമ്മ കാണിച്ച വ്യഗ്രത, അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അലീന എല്ലാം കേട്ടുകൊണ്ട് അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ കാരണം ഒരിക്കലും ഈ വീട്ടിൽ ഒരു വഴക്കുണ്ടാവരുതെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു. സർ, മാഡം വരാൻ വൈകുന്നതിൽ എനിക്കും പേടിയുണ്ട്. ഞാൻ മനുവേട്ടനൊന്ന് വിളിച്ചു നോക്കട്ടെ, അലീന പറഞ്ഞു. അന്നേരം ബാലചന്ദ്രൻ അവളെ തടഞ്ഞില്ല. ബാലചന്ദ്രന്റെ ഉള്ളിന്റെ ഉള്ളിൽ വൈജയന്തിയെ കുറിച്ചിട്ടുള്ള ആദിയുണ്ടായിരുന്നു. എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും അവൾ തന്റെ സ്വന്തം ഭാര്യയാണ്, തന്റെ 3 മക്കളുടെ അമ്മയാണ്. പക്ഷേ ആ സ്നേഹം പുറത്തു കാണിക്കാൻ അയാളുടെ അഭിമാനം അനുവദിക്കുന്നില്ല. അലീന മനുവിലേനും അതുപോലെ കമലയെയും വിളിച്ച് അന്വേഷിച്ചു. പക്ഷേ അവിടെയൊന്നും വൈജയന്തി എത്തിയിട്ടില്ല. ഇത് എല്ലാവരിലും ആശങ്ക വർദ്ധിപ്പിച്ചു. മുത്തശ്ശി മുറിയിൽ കിടന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശ്വര, എന്റെ കുട്ടിക്കൊന്നും വരുത്തരുതേ, അവൾ എവിടെ പോയി കിടക്കുവാണ്? കൃഷ്ണമോള് ബാലചന്ദ്രന്റെ അടുത്ത് ചെന്ന് കയ്യിൽ പിടിച്ചു. അച്ഛാ പ്ലീസ്, അമ്മയൊന്ന് അന്വേഷിക്ക്, എനിക്ക് പേടിയാവുന്നു. മകളുടെ അപേക്ഷയ്ക്ക് മുന്നിൽ ബാലചന്ദ്രന്റെ മനസ്സലിഞ്ഞു തുടങ്ങി. പക്ഷേ പുറമെ അത് കാണിച്ചില്ലെന്ന് മാത്രം. അവൾക്കൊന്നും സംഭവിക്കില്ല മോളെ, അവളുടെ ദേഷ്യം തീരുമ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നോളും, ബാലചന്ദ്രൻ പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ ഗംഗാധര മേനോൻ വഴി നീളെ വൈജയന്തിയെ തിരയുകയായിരുന്നു. വിളിച്ചു നോക്കുമ്പോൾ വൈജയന്തിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്തോറും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഭയം കൂടി വന്നു. പെട്ടെന്നാണ് റോഡരികിൽ ഒരാൾക്കൂട്ടം കണ്ടത്. ഒരു വലിയ ലോറിയും തകർന്ന് തരിപ്പണമായ ഒരു കാറും. ഗംഗാധര മേനോന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. ആ കാറ്, അത് വൈജയന്തിയുടെ കാറല്ലേ? അദ്ദേഹം കാറ് നിർത്തി ഓടിയിറങ്ങി. എന്താ പറ്റിയത്? ഒരു കാറ് ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചതാ. കാർ ഓടിച്ച സ്ത്രീക്ക് നല്ല പരിക്കുണ്ട്, കൂടെ നിന്നവരിൽ ഒരാൾ പറഞ്ഞു. ഗംഗാധര മേനോൻ തകർന്ന കാറിനടുത്തേക്ക് ചെന്നു. അതെ, അത് വൈജയന്തിയുടെ കാറ് തന്നെയായിരുന്നു. ഉള്ളിൽ ചോര വാർന്നൊഴുകുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. ആളെവിടെ? അദ്ദേഹം വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. ആംബുലൻസിൽ കയറ്റിവിട്ടു. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. ഒട്ടും സമയം കളയാതെ ഗംഗാധര മേനോൻ ആശുപത്രിയിലേക്ക് പാഞ്ഞു. വഴിമധ്യേ അദ്ദേഹം ബാലചന്ദ്രനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ധൈര്യം വന്നില്ല. ഈ വിവരം എങ്ങനെയാണ് ബാലചന്ദ്രനെ അറിയിക്കുന്നത്? ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു. വൈജയന്തിയെ സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നു. രക്തത്തിൽ കുളിച്ച് ശരീരം അനക്കമില്ലാതെ കിടക്കുന്ന തന്റെ സ്വന്തം കുഞ്ഞനിയത്തി. ഡോക്ടർ, എന്റെ അനിയത്തിയാണ്, അവൾക്ക് എന്തെങ്കിലും അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. തലക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. അടിയന്തിരമായി ഒരു സർജറി വേണ്ടിവരും. പ്രാർത്ഥിക്കുക, ഡോക്ടർ തിടുക്കത്തിൽ പറഞ്ഞു. ഗംഗാധര മേനോൻ അവിടെയുള്ള കസാരയിലേക്ക് അങ്ങ് തളർന്നിരുന്നു. തന്റെ വാക്കുകളാണോ ഒരുപക്ഷെ അവളുടെ ഈ അവസ്ഥയിലെത്തിച്ചത്? താൻ കുറച്ചുകൂടി സാവകാശം കാണിക്കണമായിരുന്നു. കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടി. അദ്ദേഹം വിറക്കുന്ന കൈകളോടെ ബാലചന്ദ്രനെ ഫോൺ ചെയ്തു. ബാല, വൈജയന്തി, അവൾക്കൊരു അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിലാണ്. അത് കേട്ടതോടുകൂടെ തന്നെ അപ്പുറത്ത് ബാലചന്ദ്രൻ ഒരു നിമിഷം നിശബ്ദനായിരുന്നു. പിന്നെ ബാലചന്ദ്രന്റെ തളർന്ന സ്വരം കേട്ടു. ഞാൻ ഇപ്പൊ തന്നെ വരാം. അങ്ങനെ ബാലചന്ദ്രൻ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ഐസിയുയിൽ വാതിലിന് പുറത്ത് തകർന്നു കിടക്കുന്ന ഗംഗാധര മേനോൻ, ഉള്ളിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന തന്റെ സ്വന്തം ഭാര്യ. എല്ലാ ദേഷ്യവും പിണക്കവും ആ നിമിഷം അങ്ങ് അലിഞ്ഞുപോയി. വൈജയന്തിയുടെ മുഖം മാത്രമായിരുന്നു അപ്പോൾ ബാലചന്ദ്രന്റെ മനസ്സിൽ. പഴയ നല്ല ഓർമ്മകളും, അവരുടെ പ്രണയം, അവരുടെ വിവാഹം, മക്കളുടെ ജനനം, എല്ലാം ഒരു സിനിമാ കഥ പോലെ മനസ്സിലൂടെ കടന്നുപോയി. എന്റെ വൈജയെ, നിനക്കൊന്നും സംഭവിക്കില്ല, ഞാൻ നിന്നെ വിടില്ല. വൈജയന്തിയുടെ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ മനസ്സിൽ പറഞ്ഞു. അടച്ചിട്ട ICU വാതിലിന് പുറത്ത് വിധി എന്താണ് തന്നെ കാത്തുവെച്ചിരിക്കുന്നത് എന്നറിയാതെ പ്രാർത്ഥനയോടെ ബാലചന്ദ്രൻ വൈജയന്തിക്കായി പ്രാർത്ഥിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇന്ന് മഴ തോരും മുൻപേ പെയ്തിറങ്ങിയ ഈ ദുരന്തത്തിൽ നിന്ന് അവർക്ക് കയറാൻ കഴിയുമോ? കാലം നൽകുന്ന ഉത്തരങ്ങൾക്കായി നമുക്കും കാത്തിരിക്കാം നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ.